പാക് സംഘർഷങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ ലോകം. ഇന്ത്യയിൽ യുദ്ധം പ്രഖ്യാപിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? കാർഗിൽ യുദ്ധത്തിൽ സംഭവിച്ചത് എന്താണ്? ഇന്ത്യയുടെ യുദ്ധനയം എങ്ങനെ? പാർലമെന്റിന്റെ പങ്ക് എങ്ങനെ? പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തിരിച്ചടി നൽകിയപ്പോൾ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു. പാകിസ്ഥാന്റെ മണ്ണിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങളാണ് ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായത്. ഒപ്പം നിരവധി കൊടും ഭീകരരെ കാലാപൂരിക്ക് അയക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതരായി കടന്നാക്രമിക്കാൻ ശ്രമിച്ച പാകിസ്ഥാനെ ഇന്ത്യ നിലം തൊടാതെ പറത്തുകയാണിപ്പോൾ. യുദ്ധം എന്ന നിലയിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല എന്നതാണ് റിപ്പോർട്ടുകൾ. സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന കടുത്ത ആശങ്ക എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഇന്ത്യയിൽ യുദ്ധം എങ്ങനെയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് എന്നറിയാമോ? കാർഗിൽ യുദ്ധത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് ആദ്യം പരിശോധിക്കാം. ഇന്ത്യ പാകിസ്ഥാനും ചൈനയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഈ യുദ്ധങ്ങളിൽ ഒന്നിൽ പോലും ഔദ്യോഗിക യുദ്ധപ്രഖ്യാപനം നടന്നിട്ടില്ല. കാർഗിലിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ മണ്ണിൽ കടന്നു കയറി പാകിസ്ഥാൻ ഏകപക്ഷീയമായ ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യ പ്രതികരിക്കുകയായിരുന്നു. ഈ പ്രതിരോധം തുടർന്നുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായ യുദ്ധമാവുകയുമായിരുന്നു. ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ പാകിസ്ഥാൻ പരാജയം സമ്മതിക്കുകയുമായിരുന്നു. ഇനി ഇന്ത്യയുടെ യുദ്ധ നയം എങ്ങനെയെന്നറിയട്ടെ. ലോകത്തിലെ ചില രാജ്യങ്ങൾക്ക് യുദ്ധപ്രഖ്യാപനത്തിന് ഔപചാരികമായ നിയമങ്ങളുണ്ട്. അതനുസരിച്ചാണ് പ്രഖ്യാപനം നടത്തുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു നിയമവുമില്ല. ഭരണഘടനാ വ്യവസ്ഥകൾ, പാർലമെന്ററി മേൽനോട്ടം, എക്സിക്യൂട്ടീവ് അധികാരം എന്നിവയുടെ ഏകോപനത്തിലൂടെയാണ് പ്രഖ്യാപനം നടത്തുന്നത്. നിർണായക പ്രഖ്യാപനങ്ങൾ നടത്താനുള്ള അധികാരം ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനായ രാഷ്ട്രപതിക്കാണ്. എന്നാൽ രാഷ്ട്രപതിക്ക് ഒറ്റയ്ക്ക് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്താനുമാവില്ല. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രമന്ത്രിമാരുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രഖ്യാപനങ്ങൾ നടത്താനാകൂ. അതുപോലെ തന്നെ യുദ്ധപ്രഖ്യാപനത്തിനുള്ള നടപടിക്രമങ്ങൾ ഇന്ത്യൻ ഭരണഘടന വ്യക്തമായി വിശദീകരിക്കുന്നില്ല എങ്കിലും ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് യുദ്ധസമാന സാഹചര്യത്തിലാണ്. കേന്ദ്ര സർക്കാരിന്റെ ഉപദേശത്തിലൂടെ മാത്രമേ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് സാധിക്കുകയുള്ളൂ. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരുടെ സഹായത്തിനും ഉപദേശത്തിനും അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതി പ്രവർത്തിക്കാനാവൂ എന്നതിനാലാണ് ഇത്. യുദ്ധത്തിനോ സമാധാനം പ്രഖ്യാപിക്കാനോ ഉള്ള തീരുമാനമെടുക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള കേന്ദ്ര ക്യാബിനറ്റാണ്. പ്രതിരോധ മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, ദേശീയ സുരക്ഷാ കൗൺസിൽ എന്നിവ ഈ പ്രക്രിയയിൽ ക്യാബിനറ്റിന് നിർണായക ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ആവശ്യമെങ്കിൽ സൈനിക മേധാവികൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ, നയതന്ത്ര ചാനലുകൾ തുടങ്ങിയവയിൽ നിന്നുമുള്ള വിവരങ്ങളും തേടാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റ് തീരുമാനമെടുക്കുകയും ആ തീരുമാനം രാഷ്ട്രപതിയെ അറിയിക്കുകയും ചെയ്യും. ഈ തീരുമാനം രാഷ്ട്രപതി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യാബിനറ്റ് തീരുമാനം രേഖാമൂലമാണ് രാഷ്ട്രപതിയെ അറിയിക്കേണ്ടത്. ഭരണഘടനാപരമായി യുദ്ധം പ്രഖ്യാപിക്കാനോ അതിന് മുൻകൂട്ടി അംഗീകാരം നൽകാനോ പാർലമെന്റിന് ബാധ്യതയില്ലെങ്കിലും മേൽനോട്ടത്തിലും ധനസഹായത്തിനും പാർലമെന്റിന് പ്രധാന പങ്കുണ്ടാകും. സൈനിക നടപടികൾ നീണ്ടുനിന്നാൽ ഇക്കാര്യം പാർലമെന്റിനെ അറിയിക്കേണ്ടതും രാഷ്ട്രീയ സമവായം ഉണ്ടാക്കേണ്ടതും സർക്കാരിന്റെ ബാധ്യതയാണ്. പ്രാരംഭ യുദ്ധ പ്രഖ്യാപനം ക്യാബിനറ്റിന്റെ ഉപദേശപ്രകാരം രാഷ്ട്രപതി നടത്തുമെങ്കിലും അത് പിന്നീട് ലോക്സഭയിലും രാജ്യസഭയിലും അംഗീകാരത്തിനായി അവതരിപ്പിക്കുകയും വേണം. പാർലമെന്റ് അംഗീകരിച്ചാൽ 6 മാസത്തേക്ക് അടിയന്തരാവസ്ഥ നിലനിൽക്കും. രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് ഇന്ത്യയിൽ യുദ്ധം നടക്കുന്നത്.